നാട്ടിൽ പോകുമെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷം തരുന്നൊരു കാര്യമാണല്ലേ. അങ്ങനെ ഞാനും നാട്ടിൽ പോകാൻ തീരുമാനിച്ചു. ജസീറ എയർവേസ് ആണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇമിഗ്രേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫ്ലൈറ്റിന് വേണ്ടിയിട്ട്. ഇതുണ്ട് എല്ലാ ചേസിലും ലഗേജ് വെച്ചിട്ട് ആൾക്കാർ എവിടെ പോയതാണോ എന്തോ. ഞാനടക്കം 3 സ്ത്രീകളാണ് കുഞ്ഞുങ്ങളെ കൊണ്ട് 1 മണിക്കൂർ അവിടെ നിന്നത്. സെക്യൂരിറ്റി എടുക്കുക കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് വെയിറ്റ് ചെയ്യും, അവർ വന്നിട്ട് നമുക്ക് സംസാരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഒന്നും ഉണ്ടായില്ല. ഫ്ലൈറ്റ് വന്നു, ഞങ്ങൾ സീറ്റെല്ലാം കണ്ടുപിടിച്ചിട്ട് സീറ്റിൽ സെറ്റായി. ദേവൂട്ടിക്ക് കൊണ്ടുവന്ന ജ്യൂസും സ്നാക്സും ഒക്കെ കൊടുത്തിട്ട് ദേവൂട്ടിനെ ഒരു സൈഡിലിരുത്തി. ദേവൂട്ടി ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അങ്ങനെ ഫ്ലൈറ്റ് പതിയെ മൂവ് ചെയ്തു. ഇതാണ് കേട്ടോ നമ്മുടെ കുവൈറ്റിൽ നിന്നുള്ള ആകാശ കാഴ്ചകൾ. ഞാനും ദേവൂട്ടിയും കൂടെയുള്ള ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയാണ് കേട്ടോ. ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര ഞാനും ദേവൂട്ടി മാത്രമായിട്ടുള്ള ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര. ജസീറ എയർവേസിനെക്കാട്ടി കുറച്ചും കൂടി എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് കുവൈറ്റ് എയർലൈൻസ് ആണ് കേട്ടോ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അങ്ങനെ ഞങ്ങളൊന്ന് ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ട്രിവാൻഡ്രം എയർപോർട്ട് നമ്മളുടെ ഇന്ത്യയിലെത്തി. അങ്ങനെ അവിടുത്തെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് അമ്മയും അതേപോലെ തന്നെ എൻ്റെ ഏട്ടനും വെയിറ്റ് ചെയ്തിട്ട് പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. ഏട്ടനെ കണ്ടതും പെട്ടെന്ന് തന്നെ ദേവൂട്ടി ഏട്ടനുമായിട്ട് സെറ്റായി കേട്ടോ. അവൾ പെട്ടെന്ന് എല്ലാവരുമായിട്ട് ഒരു ഇണങ്ങുന്ന കൂട്ടത്തിലാണ്. അങ്ങനെ അമ്മയോടുള്ള സ്നേഹം ഞാൻ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വിശപ്പിൻ്റെ വിളി വന്നു. ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തിക്കോ, വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ദോശയ്ക്ക് ഓർഡർ ചെയ്ത് ദോശയില്ലായിരുന്നു, പൊറോട്ട വന്നു. അങ്ങനെ വെള്ളവും പൊറോട്ടയും ചായയൊക്കെ ഓർഡർ ചെയ്തിട്ട് പുറത്തിറങ്ങി. അയ്യോ, അങ്ങനെ വീട്ടിലെത്തി ഭയങ്കര ചൂട് കേട്ടോ. കുവൈറ്റിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പായിരുന്നു. നേരെ തിരിച്ച് ഇവിടെ ഭയങ്കര ചൂട്. ഇനി എന്താവുമെന്ന് അറിയത്തില്ല. നമുക്കിനി വരുന്ന വീഡിയോസിൽ കാണാം ബാക്കി കാര്യങ്ങളൊക്കെ.